പ്രൊഡ്യൂസർ ആകാം എന്നുള്ളൊരു വലിയ ധൈര്യം വന്നത്? ഞാൻ തന്നെ ഹീറോ ആവുന്നു, ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ചെറിയൊരു കളിയാക്കലുണ്ടല്ലോ. വിനോയ് ചേട്ടൻ ഞാൻ വിനോയ് ചേട്ടൻ അവസാനിപ്പിച്ചെടുത്ത് നിന്ന് തുടങ്ങി. ഞാനല്ല ശരിക്കും ലോകത്തിൽ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് അഭിനയിച്ച നടൻ. അങ്ങനെയല്ല ഹീറോ ആയിട്ട് അഭിനയിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ തോന്നുവാണ് ഓക്കെ എനിക്ക് ഈ ലാഭം ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം, അപ്പൊ എനിക്ക് കിട്ടുന്ന ഈ ലാഭം കുറച്ച് കൂടുതല്. അങ്ങനെയായിരുന്നോ ഈ സിനിമയിലോട്ട്? പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ലാഭം മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഇതിൽ നഷ്ടം എന്ന് പറയുന്ന കാര്യം കൂടി ഉണ്ട്. പക്ഷെ ഈ സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാവുന്നതിന് കൃത്യമായ ഒരു കഥ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഒരു ദിവസം ഓൺ ആവുകയും ഈ സിനിമയ്ക്ക് വേണ്ടി കുറെ ക്രൂ എല്ലാവരും വന്ന് കുറെ നാളായിട്ട് താമസിച്ച് കുറെ പേര് ഇതിന്റെ പുറകെ നിൽക്കുവാണ്. അപ്പൊ ഞാനാണ് ഈ സിനിമ ഇത് ചെയ്യുന്നത്, ലീഡ് ക്യാരക്ടർ ചെയ്യുന്നത് ഞാനാണ്. അപ്പൊ അങ്ങനെ ഒരു ഇതില് ഞാൻ തന്നെയാണ് ഈ സിനിമനെ ഒന്ന് ഡിസൈൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ ഇതിന്റെ ഒരു കോ പ്രൊഡക്ഷൻ, അപ്പൊ ഞാൻ ഇത് മൊത്തത്തിൽ ഇത് ചെയ്യുന്നല്ല, ഒരു മെയിൻ പ്രൊഡ്യൂസർ വരുന്ന രീതിയിൽ തന്നെ പ്ലാൻ ചെയ്തിട്ട് ആ സിനിമ അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് വൈകുന്നേരം ആണെങ്കിൽ ഇന്ന് വൈകുന്നേരം അനൗൺസ് ചെയ്യാൻ വേണ്ടി അപ്പം ഞാൻ മമ്മൂക്കാനെയൊക്കെ കാണാൻ പോയി. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ ഒരു സിനിമ തുടങ്ങുവാണ്, അപ്പോൾ ഇതിൻ്റെ വൈകുന്നേരമാണ് ഇതിൻ്റെ അനൗൺസ്മെൻ്റ് എന്ന് പറഞ്ഞു. ഞാനങ്ങനെ തിരിച്ച് നമ്മുടെ വൈറ്റില ഫ്ലൈ ഓവർ എത്തിയപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പ്രൊഡ്യൂസർ വിളിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു ഒരു ഡിമാൻഡ് വെച്ചു.